Hi dear NEET aspirants. So, നിങ്ങളുടെ NEET എക്സാമിന്റെ അവസാന ഘട്ട പ്രിപ്പറേഷനിലാണ്. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിലെ 60, 70, 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ബെനിഫിറ്റ് ആണ് കിട്ടുക. ഒന്ന്, ആ ചാപ്റ്റർ റിവൈസ്ഡ് ആവും, മാത്രമല്ല അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആവും. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആവുക, അത് നിങ്ങളെ NEET എക്സാമിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ വരും ദിവസങ്ങളിൽ സൈലത്തിന്റെ NEET ചാനലിൽ എല്ലാ സബ്ജക്റ്റിന്റെയും ഡിസ്കഷൻസും ടോപ്പിക് ക്ലാസ്സുകളുമായിട്ട് സൈലന്റ് ടീച്ചേഴ്സ് നിങ്ങളുടെ മുന്നിൽ ലൈവ് ആയിട്ട് വരികയാണ്. സോ അതിന്റെ മുന്നോടിയായിട്ട് ഇന്ന് കൃത്യം 7 മണിക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ലൈവ് ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. അതായത് പല കുട്ടികളും ആ ടൈപ്പ് പ്രോബ്ലം കാണുമ്പോൾ തന്നെ അത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്സിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, റെസിസ്റ്റൻസ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ നമ്മളൊരു ഇന്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഒരു ചെറിയ എലമെന്റ് കൺസിഡർ ചെയ്തിട്ട് അതിലുള്ള ക്വാണ്ടിറ്റി, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ വർക്ക് ആണെങ്കിൽ വർക്ക്, ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളൊരു ലിമിറ്റിൽ ആ ക്വാണ്ടിറ്റീനെ ഇന്റഗ്രേറ്റ് ചെയ്യും, എന്നിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തും. അങ്ങനെ ഒരു DXO, ഒരു DQO, ഒരു ചെറിയൊരു എലമെന്റ് DLO കൺസിഡർ ചെയ്തിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. NEETനെ സംബന്ധിച്ചിടത്തോളം ആ മെത്തേഡിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, പ്രീവിയസ് ഇയറിലെല്ലാം കാണാറുണ്ട്. സോ ആ മെത്തേഡ് നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ മെത്തേഡിൽ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഒന്നിച്ച് ആ പ്രോബ്ലംസ് ചെയ്യാം. രണ്ട് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഒന്ന്, ആ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പമാവും, ഫെമിലിയർ ആവും. രണ്ടാമത്തത്, നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡിഫറെന്റ് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഉണ്ട്, ഇലക്ട്രിക് ചാർജ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉണ്ട്, ഫ്ലൂയിഡ്സ് ഉണ്ട്, EMI ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ചാപ്റ്റേഴ്സിലെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്കും നിങ്ങൾക്ക് കിട്ടും, ആ ഇക്വേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം നമ്മൾ ഈ പറയുന്ന ഇന്റഗ്രേഷന്റെ മെത്തേഡും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ട സമയമാണ്. ആ വിലപ്പെട്ട സമയത്തിൽ നിന്ന് നിങ്ങൾ 1 മണിക്കൂറോ 45 മിനിറ്റോ നമ്മൾ ക്ലാസ്സിന് വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. സോ വൈകുന്നേരം 7 മണിക്ക് നമുക്ക് കാണാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഒന്നിച്ചിരുന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഇന്റഗ്രേഷൻ മെത്തേഡിൽ ചെയ്യാം. അങ്ങനെ ആ മെത്തേഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വൈകുന്നേരം 7 മണിക്ക് കാണാം. ബൈ.